എപ്പോഴും ഇങ്ങനെ ചോറും കറിയും കാണിക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കില്ലേ? അപ്പോൾ ഇന്ന് സുധാമേനോ എന്താ ചെയ്തറിയോ, ഒരു ടീ ടൈം സ്നാക്ക്, ചായ വെള്ളം അടുപ്പത്ത് വയ്ക്കുമ്പോഴേക്കും ഇതുണ്ടാക്കാൻ പറ്റുന്നതാണ്. നോക്കൂ എന്തൊരു ടേസ്റ്റ് അറിയോ അത്. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കണ്ടു നോക്കൂ. ഞാനിങ്ങനെ ഒരു ചട്നി എടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ഗ്രീൻ ചട്നി. ഇത് രണ്ടും പച്ചയായിട്ടേ, വേറൊരു തരം പച്ചയാണെന്ന് മാത്രം. ഈ ചട്നിയൊന്നും വേണ്ട ഇത് കഴിക്കാൻ, അത്രയും ടേസ്റ്റാണ്. ഇതുണ്ടോ ഇതിൽ നമ്മൂ സോസോ ഒന്നും തന്നെ വേണ്ട, പക്ഷേ ഒരു ടേസ്റ്റ് നമ്മൾ വെറുതെ മുക്കി കഴിക്കുക. അപ്പോൾ ഈ സാധനം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനൊന്നിപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് ക്യാബേജ് ഇങ്ങനെ നല്ല നീളത്തിൽ അരിഞ്ഞിരിക്കുകയാണ്. ഇത് നല്ല രുചിയാണ്. കൂടെ തന്നെ വേറെ ഒന്നും ഇതിൽ ചേർക്കണ്ട, എല്ലാം വീട്ടിൽ കയ്യിൽ കിട്ടുന്ന സാധനം കൊണ്ട്. 1 കപ്പ് ഉള്ളി, നിങ്ങൾക്ക് ഉള്ളി നീളത്തിൽ വേണമെങ്കിൽ അറിയാം, ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പിന്നെ ചേർക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ. കുറച്ച് ഇഞ്ചി നന്നായി ചോപ്പ് ചെയ്തിട്ട് ചേർക്കുക, നല്ല മണം വരും. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ എന്തൊക്കെ ഇതിൽ മസാല ചേർക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് ഞാൻ ചേർക്കുന്ന ലേശം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി പൗഡർ. നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ ഒരു ആഡഡ് ടേസ്റ്റിന് കുറച്ച് നിലക്കടല ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇടണം കേട്ടോ. ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതേമാതിരി അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം. അണ്ടിപ്പരിപ്പിന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ ഇരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിലക്കടല ഇട്ടു. എനിക്ക് ഇതിൽ കുറച്ച് പച്ചമുളകും വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ ക്രഷ്ഡ് ചില്ലിന് ധാരാളം മതി. ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. ഉപ്പ് ഇതാ ചേർക്കണു. ഇനി ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്യണറിയോ, 1/2 കപ്പ് അരിപ്പൊടി. അതിലിപ്പോൾ ഞാൻ 1/4 കപ്പ് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. 1/4 കപ്പ് ആഡ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ്. നോക്കൂ, ഇത് നല്ലോണം ഒന്ന് മിക്സായി വരണമല്ലോ. എന്നിട്ട് ഇനി 1/4 കപ്പ് കൂടി ആഡ് ചെയ്യും കേട്ടോ. ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ചേർക്കണം, അരിപ്പൊടി. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അരിപ്പൊടി ചേർക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആവും. നിങ്ങൾക്കിതിൽ റവ വേണമെങ്കിൽ മിക്സ് ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇതാണ് നന്നായി തോന്നിയത് കേട്ടോ. ഈ ക്യാബേജിന് പകരം ഉരുളക്കിഴങ്ങ് ചീകിയിട്ട് ചെയ്യാം, നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ ഇതിന് ഉപ്പ് മതി, ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ മതി. ഇപ്പം ഞാൻ ഈ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഞാനിത് നന്നായി മിക്സ് ചെയ്യട്ടെ. ഇപ്പോൾ ഇത് കണ്ടു, ഇങ്ങനെ നന്നായി കുഴച്ചെടുത്തു. നിങ്ങൾക്കിതിലേക്ക് വെറും അരിപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ കടലമാവൊക്കെ ചേർക്കാം. ഞാൻ പക്ഷേ അരിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി ഞാൻ ഇതിനെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, കുറച്ച് കായം. നല്ല ടേസ്റ്റാട്ടോ കായത്തിൻ്റെ. പൊടി ചേർക്കാം, കട്ടക്കായം ചേർക്കാം, ഇത് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിനെ ഞാനൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാൻ പോകും. കണ്ടോളൂ, ഇപ്പോൾ എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാനിത് ഇങ്ങനെ ഓരോ ഉണ്ടയിടണം കേട്ടോ. ഇത് ചായക്കൊക്കെ കഴിക്കാൻ അടിപൊളി നല്ലൊരു സ്നാക്കാണ്. ആര് വരുമ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്താ കാരണം വെച്ചാൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ്, ഒന്നും ഓടിപ്പോകേണ്ടതോ വാങ്ങേണ്ടതോ ആയിട്ടില്ല, ഒരാവശ്യമില്ല. നിങ്ങൾക്ക്
എല്ലാവർക്കും ഇത് ഏത് കുട്ടികൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അതിൽ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ചേർത്താൽ ചിലർക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് ഉള്ളി ഉരുളക്കിഴങ്ങ്. പക്ഷെ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ ആ സ്റ്റാർച്ച് ഒന്ന് പോയാലാണ് നല്ലത്. ഇങ്ങനെ ക്യാബേജ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഹെൽത്തിയാണ്. ക്യാബേജ് കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ, ഇഷ്ടമല്ലാത്തവർ. ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഓയിലിൽ ഇട്ട് വറുക്കുന്നത് ഹെൽത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് നമ്മുടെ ഈ വെത്തപ്പമൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് നല്ലോണം ആയി. ഇത് ഗോൾഡൻ കളറിലാണ് വന്നിരിക്കണേ. ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇടുന്നത് കാണിക്കാം കേട്ടോ. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടയാക്കിയിട്ട് ഇടുന്നു എന്ന് മാത്രം. ഇങ്ങനെ നല്ലോണം ഒരു ഉരുണ്ടയാക്കിയിട്ടിടാം. പക്ഷെ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം. തീ നല്ല സിമ്മിലെന്ന് പറഞ്ഞാൽ മീഡിയം ഹീറ്റ് കേട്ടോ. ഒരുപാട് ഹൈയിൽ വെച്ചിട്ട് ഇത് വറുത്ത് കഴിഞ്ഞാൽ പുറം ഭാഗം മാത്രം വേവും, നല്ല ക്രിസ്പി ആവും, ഉള്ളി വേവാതെ വരും. അപ്പോൾ മീഡിയം ഹീറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളി അത് മെല്ലെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വേഗം ആവാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ബ്രൗൺ നിറാവാൻ വേണ്ടി തീ അങ്ങനെ കൂട്ടി വെച്ചാൽ അതങ്ങനെ പുറത്ത് ക്രിസ്പിയായി വരും, ഉള്ളിലത് ആവില്ല. അപ്പോൾ ഇതൊന്നാവട്ടെ. ഇപ്പോൾ കണ്ടോ, നന്നായി ഒന്ന്. ഇതധികം എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ അരിമാവാണത്. നിങ്ങൾക്ക് കടലമാവ് ഇതിൻ്റെ കൂടെ 2 സ്പൂൺ ആഡ് ചെയ്താൽ കുറച്ച് സോഫ്റ്റ്നെസ് വരും. അതും വേണമെങ്കിൽ ആഡ് ചെയ്യുന്നതിന് ഞാൻ കുഴപ്പം പറയില്ല, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാനിന്ന് അരിപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതേമാതിരി വേറെ മസാല, കറിവേപ്പിലിട്ട് പോയത് മല്ലിയരി ചേർക്കാം. ഇത് നല്ല കഴിക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ ചട്നി കൂട്ടി കഴിച്ചാലുണ്ടല്ലോ, അല്ലെങ്കിൽ സോസ്, അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ. ഈവനിങ് സ്നാക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. മുറിക്കേണ്ടത് എളുപ്പമൊക്കെ ചോപ്പറൊക്കെ ഉള്ളതുകൊണ്ട് വേഗം ക്യാബേജ് ഉള്ളിയൊക്കെ നന്നായി ചോപ്പ് ചെയ്യുക. മുളക് ഇടുക. മുളകിൻ്റെ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക്, പച്ചമുളക്, മുളക് പൊടി എല്ലാം ഇടാം. ഗരം മസാലയൊക്കെ പിന്നെ ഒരു ആഡഡ് ടേസ്റ്റ്, ഇഞ്ചി. അങ്ങനെ ഞാൻ എൻ്റെ ഇപ്പോൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കി. പക്കോട, ബജ്ജി എന്ന് പറയാൻ പറ്റില്ല, ദിസ് ഇസ് കോൾഡ് ക്യാബേജ് പക്കോട. ക്യാബേജ് ഇടാൻ കാരണം എന്താ അറിയോ, ക്യാബേജ് കഴിക്കാൻ എല്ലാവർക്കും വലിയ മടിയായതുകൊണ്ട് ഞാൻ അതിട്ടു മാത്രം. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് സെയിം തിങ്, സെയിം അഡീഷൻ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ എല്ലാം കോരിയെടുത്തു. ഇത് നമ്മളില്ലേ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ ഈ ക്യാബേജ് ഉള്ളി പക്കോട നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണോ. എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഓൺലി ലൈക്ക് 2 minutes മുറിക്കുക, മാവ് കലക്കുക. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ്. അപ്പോൾ see you in the next video with a wonderful recipe. It's bye from Sudha Menon.